നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 1490 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു നില വീടിൻ്റെ പ്ലാനും അതിൻ്റെ 3D എലിവേഷനുമാണ് നോക്കുന്നത്. 3 ബെഡ്റൂമാണ് പ്ലാനിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. വീട് ഫേസ് ചെയ്യുന്നത് തെക്ക് ഭാഗത്തേക്കാണ്. ഈ ഒരു പ്ലാനിൻ്റെ ഈ ഒരു ഭാഗം മുതൽ ഈ ഒരു ഭാഗം വരെ 11 മീറ്ററും ഈ ഒരു ഭാഗം മുതൽ ഈ ഒരു ഭാഗം വരെ 13 മീറ്ററുമാണ് വരുന്നത്. കുറഞ്ഞതൊരു 6 സെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീട് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ഇത്രയൊക്കെയാണ് ഈ ഒരു പ്ലാനിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് 3D എലിവേഷൻ കാണാം. ശേഷം ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം 3D ഫ്ലോർ പ്ലാൻ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇതാണ് ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷമുള്ള 3D ഫ്ലോർ പ്ലാൻ. സിറ്റൗട്ട് നോക്കാം. സിറ്റൗട്ടിൻ്റെ വീതി 327, നീളം 182 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ചെയർ കൊടുക്കാനുള്ള സ്പേസ് കണ്ടെത്തിയിട്ടുള്ളത്. ലിവിങ് റൂമിലേക്ക് കൂടുതൽ കാറ്റും വെളിച്ചം കിടക്കാനായിട്ട് വിൻഡോസ് ഈ ഒരു വോളിൽ വരുന്നുണ്ട്. ലിവിങ് റൂം നോക്കാം. ലിവിങ് റൂമിൻ്റെ വീതി 305, നീളം 382 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓപ്പോസിറ്റ് വാളിൽ TV യൂണിറ്റ് വരുന്നുണ്ട്. കോഫി ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കാം. ഈ ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരുന്നത്. ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ വീതി 330, നീളം 360 സെൻറ്റിമീറ്ററാണ് വരുന്നത്. കിങ് സൈസ് കോട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഇതിൻ്റെ ഹെഡ് ബോർഡ് വരുന്നത്. വാർഡ്രോബും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 വാളുകളിലായിട്ട് 3 വാളി വീതം വിൻഡോ ആണ് കാറ്റും വെളിച്ചം കിടക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്ന ബെഡ്റൂമാണ്. 200 സെൻറ്റിമീറ്റർ വീതിയും 130 സെൻറ്റിമീറ്റർ നീളമാണ് വരുന്നത്. നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് കിടക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ സെക്കൻഡ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 370 സെൻറ്റിമീറ്റർ വീതിയും 330 സെൻറ്റിമീറ്റർ നീളമാണ് വരുന്നത്. കിങ് സൈസ് കോട്ട് തെക്ക് ഭാഗത്തേക്കാണ് ഹെഡ് ബോർഡ് വരുന്നത്. വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 വാളുകളിലായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നുണ്ട്. 250 സെൻറ്റിമീറ്റർ വീതിയും 170 സെൻറ്റിമീറ്റർ നീളമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 2 ബെഡ്റൂമിനെ അപേക്ഷിച്ച് കുറച്ച് ചെറിയൊരു ബെഡ്റൂമാണ്. 330 സെൻറ്റിമീറ്റർ വീതിയും 250 സെൻറ്റിമീറ്റർ നീളമാണ് വരുന്നത്. ക്യൂൻ സൈസ് കോട്ട് തെക്ക് ഭാഗത്തേക്കാണ് ഹെഡ് ബോർഡ് കൊടുത്തിട്ടുള്ളത്. വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 3 പാളിയുടെ ഒരു വിൻഡോ ആണ് കാറ്റും വെളിച്ചം കൊടുക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ചെറിയൊരു ഫാമിലി ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 330 സെൻറ്റിമീറ്റർ വീതിയും 360 സെൻറ്റിമീറ്റർ നീളമാണ് വരുന്നത്. കിച്ചൺ നോക്കാം. ഒരു ഓപ്പൺ കിച്ചൺ തീമിലാണ് കൊടുത്തിട്ടുള്ളത്. കിച്ചൻ്റെ വീതി 270, നീളം 280 സെൻറ്റിമീറ്ററാണ് വരുന്നത്. യു ഷേപ്പിലാണ് സ്ലാബ് കൊടുത്തിട്ടുള്ളത്. സ്ലാബിന് താഴെയായിട്ട് ക്യാബിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2 വാളുകളിലായിട്ട് 3 വാളിൻ്റെ വിൻഡോ ആണ് വരുന്നത് കാറ്റും വെളിച്ചം കിടക്കാനായിട്ട്. ഫ്രിഡ്ജും സിങ്കും ഗ്യാസ് അടുപ്പും തമ്മിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് വർക്ക് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് വരുന്നത്. ഡൈനിങ്ങിൻ്റെ വീതി 338, നീളം 280 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് ചെറിയൊരു കോർട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു പൂജാ റൂമുണ്ട്. പൂജാ റൂമിൻ്റെ വീതി 120, നീളം 140 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ സ്റ്റെയർ ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ട് ഡൈനിങ്ങിനെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്. 1490 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടുന്ന പ്ലാനും അതിൻ്റെ 3D എലിവേഷനാണ് നമ്മൾ കണ്ടത്. എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മുൻപ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, എല്ലായിടത്തും ഒന്ന് കാണുക. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.